പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷവും മൂർച്ഛിക്കുകയാണ്. പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ടു. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളത്തിലും ക്വറ്റയിലെ പാക് സൈനിക ആസ്ഥാനത്തും ആക്രമണമുണ്ടായി എന്നാണ് റിപ്പോർട്ട്. ഖൈബർ പഖ്തൂൺഖ്വയിലും ആക്രമണമുണ്ടായി. വിശദാംശങ്ങളുമായി ബനീഷ ചേരുന്നുണ്ട്. ബനീഷ, ഇവിടെ വലിയൊരു യുദ്ധ സാഹചര്യം ഇപ്പുറത്ത് മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്നു, ഇറാനിൽ സംഭവിക്കുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ശ്രദ്ധ പൂർണ്ണമായും അവിടെയാണ്. ഈ ഘട്ടത്തിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷവും രൂക്ഷമാകുന്നു. ഈ അപ്പുറത്തൊരു യുദ്ധം നടക്കുന്നതുകൊണ്ട് ഇതിൽ വേണ്ട ശ്രദ്ധ കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ഹർഷൻ സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ സങ്കീർണമാകുമ്പോൾ നമ്മുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. അഫ്ഗാനിസ്ഥാൻ വലിയ ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടത്തിയിരിക്കുന്നത്. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളത്തിലും ക്വറ്റയിലെ പാക് സൈനിക ആസ്ഥാനത്തും ആക്രമണം നടത്തിയെന്നാണ് അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെടുന്നത്. കാബൂളിലേക്കും ബൽഗാമിലേക്കും പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന്റെ മറുപടി എന്നാണ് അഫ്ഗാനിസ്ഥാൻ ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത്. അതേസമയം ഈ ആക്രമണത്തെ സംബന്ധിച്ച് പാകിസ്ഥാൻ സ്ഥിരീകരണമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി സംഘർഷത്തിൽ 415 അഫ്ഗാൻ താലിബാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് കഴിഞ്ഞ ദിവസം പാക് മന്ത്രി വിശദീകരിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ 46 പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്നും പാകിസ്ഥാനിലെ ഇൻഫോർമേഷൻ മിനിസ്റ്റർ വ്യക്തമാക്കി കഴിഞ്ഞു. പാകിസ്ഥാന്റെ 27 മിലിറ്ററി പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്നും 80 പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്നുമാണ് കഴിഞ്ഞ ദിവസം അഫ്ഗാൻ ഡെപ്യൂട്ടി വക്താവായ ഫിത്രത്ത് വിശദീകരിച്ചത്. അതേസമയം പാക് പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫിന്റെ റഷ്യൻ സന്ദർശനം നീട്ടിവെച്ചിട്ടുണ്ട്. മാർച്ച് 3 മുതൽ 5 വരെ നടത്താനിരുന്ന റഷ്യൻ സന്ദർശനമാണ് ഇപ്പോൾ ഈ ഒരു സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് നീക്കിവെച്ചിട്ടുള്ളത്. ഒരു അന്താരാഷ്ട്ര അതിർത്തിയെ ചൊല്ലിയുള്ള ഈ തർക്കമാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ വലിയൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ മാനങ്ങൾ ഒരുപാടുള്ള ഒരു സംഘർഷം കൂടിയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളിലുമായി നടക്കുന്നത്. ഒരു അതിർത്തി സംഘർഷം എന്നതിനെ വിശേഷിപ്പിക്കാമെങ്കിലും പ്രധാനമായും തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന TTP പാകിസ്ഥാനിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാന് ബന്ധമുണ്ടെന്ന് ഏറെക്കാലമായി ഇത്തരത്തിൽ പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു സംഘർഷം ഇപ്പോൾ ഇരു രാജ്യങ്ങളുമായി തുടങ്ങിയിരിക്കുന്നത്. ഹർഷൻ, ബനീഷയാണ് വിവരങ്ങൾ നൽകിയത്.